നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളിപ്പോ കോടീശ്വരന്മാർക്ക് വേണ്ടിയല്ലേ വില്ലകളും ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്? സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാർക്ക് പറ്റുന്ന തരത്തിലുള്ള എക്കോ ഹോംസ് ചെയ്യാൻ പറ്റില്ലേ? ആശയം കൊള്ളാം, പക്ഷേ എങ്ങനെ വർക്കൗട്ട് ആവും നോക്കണ്ടേ? അതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. അച്ചു, ദാ ആ കാണുന്നതാണ് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കൊച്ചു ചായക്കട. വാ. കൃഷ്ണൻകുട്ടി ചേട്ടാ. ആ, കൊറേ കാലം ആയല്ലോ സാറിനെ ഇങ്ങോട്ട് കണ്ടിട്ട്. സ്ഥിരം ചായയല്ലേ രണ്ടുപേർക്കും? പിന്നല്ലാതെ, ആ കടുപ്പത്തിലുള്ള ചേട്ടന്റെ സ്പെഷ്യൽ ചായങ്ങി പോരട്ടെ. മോക്ക് എങ്ങനെയാ കടുപ്പം? അധികം കടുപ്പൊന്നും വേണ്ട ഏട്ടാ. വാ, അവിടെ ഇരിക്കാം. സച്ചി സാറേ. അമലെ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? എന്തു പറയാനാ, അതൊക്കെ ഒരു തന്ത്രത്തിൽ അങ്ങനെ പോകുന്നു. സച്ചി സാറേ, നമ്മൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചെറിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സാർ സഹായിക്കണം. വീട്ടിലോ ഓഫീസിലോ വന്നാൽ മതി. ശരി. ആ ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. ആ ചേട്ടാ, മോളിപ്പോ എവിടെ പഠിക്കുന്നേ? നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി സാറേ, പക്ഷെ വിടാൻ നിവർത്തിയില്ല. ഏയ്, അവള് പഠിക്കട്ടെ. എത്ര ഫീസെന്ന് വെച്ചാ നമുക്ക് അടയ്ക്കാം. ചേട്ടൻ പറഞ്ഞാ മതി. സാറിനെ പോലെ ഒരാളുണ്ടെങ്കിൽ എന്റെ മോള് ഡോക്ടർ വരെ ആവും. ചായ എങ്ങനെയുണ്ട് മോളെ? നല്ല ചായ. നല്ല ചായയാണെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ അർച്ചന ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപാട് സന്തോഷമായി സച്ചേട്ടാ. മനസ്സിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. തന്റെ മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഇത്രയും കാട്ടിക്കൂട്ടി. ഹലോ ഹലോ, എവിടേക്കാ ഈ നട്ടപ്പാതിരാത്രിക്ക് രണ്ടുപേരും കൂടി ഒരു സർക്കിട്ട്? എന്താണ് അത് മിണ്ടാതെ നിൽക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? രാത്രിയിൽ വേറെ പരിപാടിയുമായിട്ട് ഇറങ്ങിയതായിരിക്കും. ചോദ്യം മനസ്സിലായില്ല. ഇവൾ ആരാ നിന്റെ? ഇതെന്റെ ഭാര്യ. എന്താ സാറിന് സംശയമുണ്ടോ? ഉണ്ട്, അതാണല്ലോ ചോദിച്ചത്. നീ അവന്റെ ഭാര്യയാണോടി? എന്താ സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവളെന്റെ ഭാര്യ. പിന്നെ എടി പോടി വിളി അതൊന്നും വേണ്ട സാറേ. മാന്യമായിട്ട് സംസാരിക്കണം. ഇതേതോ വലിയ ഏമാന. ചട്ടവും നിയമമൊക്കെ പറയാൻ തുടങ്ങി. ആരെ എങ്ങനെ വിളിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അവന്റെ പോക്കറ്റും തപ്പി നോക്ക്, വല്ല ഐറ്റംസും കാണും. ഏയ്, എന്തിനാ എന്റെ പോക്കറ്റ് തപ്പുന്നേ? വഴിയെ പോകുന്ന സകലരുടെയും ബാഗും പോക്കറ്റും തപ്പാൻ സാറിന് വകുപ്പിന്റെ ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ടെങ്കിലേ സമ്മതിക്കൂന്ന്. സംശയം തോന്നുന്ന ഏതൊരുത്തനെയും ഒരുത്തിയെ സെർച്ച് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്. കേട്ടോടാ, പരിശോധിക്കേ. നിങ്ങക്ക് എന്താ പരിശോധിക്കേണ്ടത്? എന്റെ ദേഹത്തോട്ടാണല്ലോ. തൊട്ടത് എന്ത് ചെയ്യും? സാറ് വിവരം അറിയും. പബ്ലിക്കിന് ഒരു തരത്തിലുള്ള ന്യൂസൻസ് ഉണ്ടാക്കാതെ പോയ ഞങ്ങളെ തടഞ്ഞു നിർത്തി മനഃപൂർവ്വമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കാൻ ഇവിടെ നിയമ സംവിധാനം ഉണ്ട് സാറേ. നിങ്ങൾ മാത്രമല്ലല്ലോ നിയമത്തിന്റെ അവസാന വാക്ക്, ആണോ? ഓ, അന്ന് കസറുവാണല്ലോ. എടുക്ക്, നിന്റെ ഇവളുടെ ID കാർഡ് എടുക്ക്. അർച്ചന നിക്ക്. രാത്രി ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നതിന് ID കാർഡ് ആവശ്യമുണ്ടോ സാറേ? വേണ്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ഇതെന്താ സാറേ, ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ അതോ നിശാ നിയമോ? എന്താ സംഭവം? ചായ കുടിക്കാൻ തന്നെയാണോ അതോ? അതിപ്പോ എനിക്ക് ആരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല.
എന്ത് കാരണത്താലും രാത്രി പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഹ, എന്നാലല്ലേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നീ കൂടുതലും നിയമം പറഞ്ഞാലേ അടിച്ചു തൂക്കി ജീപ്പിടും ഞാൻ, കേട്ടോടാ. നിയമം പറയും സാറേ, പറയാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ളതാണ് നിയമം. പിന്നെ അടിച്ചു തൂക്കി കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളത് സാറിന്റെ വെറും തോന്നല. എന്നാ പിന്നെ രണ്ടും ജീപ്പിട്ട് കയറ്, പിടിച്ച് കേട്ടോ. സാർമാർക്ക് നിയമം അറിയില്ലല്ലേ? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വനിതാ പോലീസ് നിർബന്ധമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, ഇപ്പൊ സമയത്രേ പാതിരാത്രി ഒരു സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഒഴികെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓഹോ, സാറ് പുച്ഛിക്കണ്ട. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള സാധാരണ പൗരന്മാർക്ക് വേണ്ടി ഭരണഘടന എഴുതിയിട്ടുള്ളൂ. സച്ചേട്ട വേണ്ട, വഴക്കുണ്ടാക്കണ്ട. എന്താ സാറേ, എന്താ പ്രശ്നം? ഇവനോട് വിവരങ്ങൾ ചോദിച്ചപ്പോ പറയാൻ വയ്യ. എന്താണെന്ന് ചോദിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങ് തറവാട്ടി കൊണ്ടുപോയി ചോദിക്കാന്ന് വെച്ചു. വല്ല മയക്കുമരുന്ന് കേസാണെന്ന് അറിയില്ലല്ലോ, കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. സാറ് വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഇവരെയൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരാ. സാറിന്റെ SP സൈമൺ സാറില്ലേ? സാറിന് വേണ്ട രേഖകള് ഞാൻ സൈമൺ സാറിന്റെ കൊടുത്തോളാം. സാറിനോടൊന്ന് ചോദിച്ചാൽ മതി സച്ചിദാനന്ദനെ അർച്ചനെ അറിയാമോന്ന്. ചിലപ്പോ സാറിന് വേണ്ടത് അവിടുന്ന് തന്നെ കിട്ടും. ഞാനിപ്പോ ഒന്ന് വിളിച്ചാൽ മതി. ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്റെ സാറേ, ഇത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ സച്ചിദാനന്ദനാണ്, നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ MD. ഇത് എന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. സർ, ഒന്നി എന്താണോ സാറേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ ചില്ലറക്കാരല്ല. സാറേ, ആ SIക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ട് പറ്റിയതാ. സാർ കാര്യമാക്കണ്ട. മോള് പേടിക്കണ്ട കേട്ടോ. പോടാ. വാ, പേടിച്ചു പോയതാൻ. സച്ചേന്റെ ധൈര്യം കണ്ടപ്പോ പേടിയൊക്കെ പോയി. അവര് നമ്മളെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനൊന്നും നിയമമില്ല. ഏത് സമയത്തും ഒരു സ്ത്രീയെ കൊണ്ട് പോലീസിന് പോകണമെങ്കിൽ കൂടെ വനിതാ പോലീസും വേണം. ഇല്ലെങ്കിലേ അമ്മാര് പെടും. ഇത് ചുമ്മാ ഷോ. തന്നെ കണ്ടപ്പോ അവനൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാ, അത്ര തന്നെ. അയാളുടെ വൃത്തിയിട്ട നോട്ടം കണ്ണിലൊരു കുത്തു കൊടുക്കാനാ തോന്നിയത്. നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും തല ഉനിക്കേണ്ട ആവശ്യമില്ല. അതിന് പോലീസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.